Hi students, in this video I am going to discuss a new topic, that is serial and non-serial schedule. Okay, so in the previous lectures we have already discussed what is a schedule and how to identify whether a schedule is recoverable or not. Similarly, what do you mean by a cascading rollback schedule and cascadeless schedule? Okay, now we have to check what is meant by serial and non-serial schedule. Okay, so consider in this figure we have provided two transactions, that is a transaction T1 and another transaction T2. Okay, both of them are represented individually. ഒരു transaction T1 ഇവിടെ കൊടുത്തിട്ടുണ്ട്, similarly another transaction T2 കൊടുത്തിട്ടുണ്ട്. Okay, so transaction T1 steps നോക്കി. Initially transaction T1 is reading a item X, read operation perform ചെയ്യുന്നു. After that it is performing some functions, that is x is equal to x minus n. Then after that particular computation we are writing the new value of x. Then again T1 is reading a new data item y. Then onto that particular y value n is added up and the new value of y is returned to the database. Okay, ഇതാണ് transaction T1. ഇവിടെ എക്സ് എന്ന് പറഞ്ഞൊരു വാല്യൂവിനെ ഡേറ്റ ആയിട്ട് റീഡ് ചെയ്യുന്നു. ആ എക്സിൽ നിന്നും ഒരു പർട്ടിക്കുലർ എൻ എന്ന് പറഞ്ഞൊരു വാല്യൂ റെഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് ആ പുതിയൊരു വാല്യൂ കണ്ടുപിടിച്ച് വെക്കുന്നു. ഇവിടെ ഈ കണ്ടുപിടിച്ച് വെച്ചു എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ഡേറ്റാബേസിൽ സ്റ്റോർ ആവില്ല. ഡേറ്റാബേസിൽ സ്റ്റോർ ആവണമെങ്കിൽ വി ഹാവ് ടു പെർഫോം ദിസ് ഓപ്പറേഷൻ, റൈറ്റ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ പെർഫോം ആയെങ്കിൽ മാത്രമേ ഈ ഒരു കമ്പ്യൂട്ടേഷൻ്റെ വാല്യൂ ഡേറ്റാബേസിൽ റിഫ്ലക്റ്റ് ചെയ്യൂ. ഓക്കെ, so write value of x, then again the transaction is reading a new value y, then we are add up a new value n എന്ന് പറഞ്ഞൊരു വാല്യൂ ഞാൻ എന്ത് ചെയ്യണം, വൈയിലോട്ട് ആഡപ്പ് ചെയ്യുന്നു. ദെൻ ആ പുതിയ വാല്യൂ വൈയിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. then it is returned back to the database. ഇതാണ് transaction T1. Similarly we have a look in the transaction T2. T2 is again reading a item x എന്ന് പറഞ്ഞ ഐറ്റം, ഡേറ്റാബേസിലിരിക്കുന്ന ഐറ്റത്തിനെ റീഡ് ചെയ്യുന്നു. Then a value m is added to x. എക്സിൻ്റെ കൂടെ എം എന്ന് പറഞ്ഞ വാല്യൂ ആഡ് ചെയ്യുന്നു. എന്നിട്ട് എക്സിലോട്ട് സേവ് ചെയ്യുന്നു. അതിനുശേഷം ഡേറ്റാബേസിലോട്ട് എന്ത് ചെയ്യുന്നു, ഈ റൈറ്റ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ വെച്ചും കൊണ്ട് ഡേറ്റാബേസിൽ ആ വാല്യൂവിനെ റൈറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ രണ്ട് ട്രാൻസാക്ഷൻസ് T1ഉം T2. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു പ്രിപ്പയർ എ ഷെഡ്യൂൾ. ഇനി ഞാനൊരു ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യണം. ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, എന്താണ്, ദ കളക്ഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻസ്, ദ ഓർഡർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് വെച്ചാൽ നമുക്ക് ഉള്ള ഇൻസ്ട്രക്ഷൻസിൻ്റെ ഓർഡർ ഇൻ വിച്ച് വി ആർ എക്സിക്യൂട്ടിങ്. ചിലപ്പം അതൊരു സിംഗിൾ ട്രാൻസാക്ഷൻ്റെ മാത്രമാകാം, ചിലപ്പോൾ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ വെച്ചും കൊണ്ടായിരിക്കും നമ്മൾ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സംടൈംസ് ദ ഷെഡ്യൂൾ മേ കൺസിസ്റ്റ് ഓഫ് ഓൺലി എ സിംഗിൾ ട്രാൻസാക്ഷൻ. ഇപ്പോൾ എനിക്കൊരൊറ്റ ട്രാൻസാക്ഷൻ മാത്രം എക്സിക്യൂട്ട് ചെയ്താൽ മതിയെങ്കിൽ ഞാൻ ആ ട്രാൻസാക്ഷൻ മാത്രം വെച്ചും കൂടെ എന്ത് ചെയ്യും, ഐ വിൽ പ്രിപ്പയർ എ ഷെഡ്യൂൾ. ഇഫ് ഐ വാണ്ട് ടു എക്സിക്യൂട്ട് മോർ ദാൻ വൺ ട്രാൻസാക്ഷൻ, ദെൻ വിത്ത് ഓൾ ദാറ്റ് ട്രാൻസാക്ഷൻ ഐ വിൽ പ്രിപ്പയർ എ ഷെഡ്യൂൾ. In that case, the order of execution of instructions of each transaction will form a schedule. ഇപ്പോൾ എനിക്കൊരു 3 ട്രാൻസാക്ഷൻസിനെ ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യണം. ഇൻ ദാറ്റ് കേസ് the order of execution of various instructions of each transaction will form a schedule. Okay, നോക്കിക്കോളൂ. അപ്പോൾ all in the heading itself we have gone through the term serial and non-serial schedule. സീരിയൽ ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇപ്പോൾ 2 ട്രാൻസാക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആദ്യമേ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്യുക, അതിനുശേഷം അടുത്ത ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിളിനകത്ത് ഇവിടെ ഞാൻ 2 ട്രാൻസാക്ഷൻസ് കാണിച്ചിട്ടുണ്ട്. T1 എന്ന് പറഞ്ഞ ട്രാൻസാക്ഷനും കാണിച്ചിട്ടുണ്ട്, സിമിലർലി T2 എന്ന് പറഞ്ഞ ട്രാൻസാക്ഷൻസും കാണിച്ചിട്ടുണ്ട്. എനിക്കിനി ഈ 2 ട്രാൻസാക്ഷനെയും എക്സിക്യൂട്ട് ചെയ്യണം. സീരിയൽ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുന്നത് പറഞ്ഞാൽ ഒന്നുകിൽ T1 കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം T2 എക്സിക്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ അനദർ ഷെഡ്യൂൾ എങ്ങനെയായിരിക്കും, അനദർ സീരിയൽ ഷെഡ്യൂൾ T2 കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം T1. ഈ 2 ഷെഡ്യൂളും എന്താണ്, ബോത്ത് ആർ സീരിയൽ ഷെഡ്യൂൾ എന്ന് വെച്ചാൽ ഇൻ്റർലീവ് ചെയ്തൊന്നും ചെയ്യുന്നില്ല. ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ട്രാൻസാക്ഷൻ. ഓക്കെ, ഓക്കെ, ഇവിടെ ഞാനൊരു ഫസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കുകയാണ്. ഈ ഫസ്റ്റ് എക്സാമ്പിളിനകത്ത് ഇതാണൊരു ഷെഡ്യൂൾ കേട്ടോ.
ഈ ഒരു ഫിഗറാണ് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന, ഷെഡ്യൂളിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഹിയർ ഈ ഒരു ഷെഡ്യൂളിനകത്ത് രണ്ട് ട്രാൻസാക്ഷൻ T1 T2. ഈ ഒരു ഡൊമെയിൻ എന്ന് പറയുന്നത് ടൈം ഡൊമെയിനാണ്. എന്ന് വെച്ചാൽ അറ്റ് ഈച്ച് ടൈം വിച്ച് ഇൻസ്ട്രക്ഷൻ ഓഫ് വിച്ച് ട്രാൻസാക്ഷൻ ഈസ് എക്സിക്യൂട്ടിങ്, അത് കാണിക്കാനാണ് ഈ ടൈം ഡൊമെയിൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ആ ടൈം 0 വി ആർ എക്സിക്യൂട്ടിങ് ദ ട്രാൻസാക്ഷൻ T1ൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ സീരിയൽ ഷെഡ്യൂൾ എന്ന് പറയുമ്പം നമ്മൾ T1 കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം the very next time we will start executing T2. Okay, ഇതൊരു serial schedule. Similarly, the second schedule is at time 0 we are executing എന്താണ്, we are starting with the transaction T2ൻ്റെ കംപ്ലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ആകെ 3 സ്റ്റേറ്റ്മെൻറ്റ് T2യിലുണ്ടായിരുന്നു, അത് 3 എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം the very next time we are going to execute T1. ഇതാണ് സീരിയൽ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? സീരിയൽ ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ if we have given two transactions T1 and T2, then we will execute each transactions one by one without any interleaving. Interleaving ഇല്ലാതെ ഓരോ ട്രാൻസാക്ഷൻസിനെ നമ്മൾ 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിനാണ്, അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ഷെഡ്യൂൾസിനെയാണ് സീരിയൽ ഷെഡ്യൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇഫ് വി ഹാവ് ടു ട്രാൻസാക്ഷൻസ് T1 and T2, then its serial schedule can be either T1 followed by T2 or T2 followed by T1. ഓക്കെ, ഇതെന്ന് പറഞ്ഞത് T2 followed by T1, T2 followed by T1 എന്ന് വെച്ചാൽ T1നെ ഫോളോ ചെയ്ത് T2. സിമിലർലി ഇതെന്ന് പറയുന്നത് T1 followed by T2. ഓക്കെ, ഇപ്പോൾ 3 ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് പറ്റും? 3 ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, 3 ഉണ്ടെങ്കിൽ, 2 ഉണ്ടെങ്കിൽ നമുക്കിപ്പം ഇതാണ് ഈ 2 ട്രാൻസാക്ഷൻസ്, നമുക്ക് 2 കോമ്പിനേഷൻസ്. 3 ഉണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും? T1 T2 T3, then T1 T3 T2, then T3 T2 T1. നിങ്ങൾ എഴുതി നോക്കുക, പല കോമ്പിനേഷൻസ് എഴുതി നോക്കുക. ഓക്കെ, സോ ദിസ് ഇസ് ടേംഡ് ആസ് സീരിയൽ ഷെഡ്യൂൾ. ദറ്റ് ഈസ് we are executing a set of instructions of a particular transactions all together at once without any interleaving between other transactions. മറ്റൊരു ട്രാൻസാക്ഷനായിട്ട് ഇൻ്റർലീവിങ് ഒന്നും ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ട്രാൻസാക്ഷൻ്റെ തന്നെ കംപ്ലീറ്റ് സ്റ്റെപ്സിനെ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അടുത്ത ട്രാൻസാക്ഷൻ്റെ സ്റ്റെപ്സിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതിനെയാണെന്ന് പറയുന്നത് സീരിയൽ ഷെഡ്യൂൾ. ഓക്കെ, സിമിലർലി we are going to discuss what is by non-serial schedule. അപ്പോൾ non-serial schedule എന്തായാലും നമുക്കറിയാം. എന്താണ്? We are interleaving the instructions of both the transactions. Then we can say that schedule is a non-serial schedule. ഓക്കെ, നമ്മൾ 2 ട്രാൻസാക്ഷൻസിൻ്റെയും ഇൻസ്ട്രക്ഷൻസിനെ ഇൻ്റർലീവ് ചെയ്താണ് ഒരു ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ആ ഷെഡ്യൂളിനെ നമ്മൾ എന്തെന്ന് പറയും? നോൺ സീരിയൽ ഷെഡ്യൂൾ. ഒരു 2 ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര നോൺ സീരിയൽ ഷെഡ്യൂൾസ് വേണമെങ്കിലും പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ബേസ്ഡ് ഓൺ അവർ കൺവീനിയൻസ്. ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഈ എക്സാമ്പിളിനകത്ത് ഇത് എപ്പോഴും നമ്മൾ ഇത് കണക്കാൻ എഴുതും T1 and T2. ഓക്കെ, ദെൻ ആസ് ടൈം സ്റ്റാർട്ട്സ്, ഫസ്റ്റ് ടൈം 0 ഞാൻ T1ൻ്റെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ, ദെൻ നെക്സ്റ്റും T1ൻ്റെ ഇൻസ്ട്രക്ഷൻ, ദെൻ T1ൻ്റെ ഇൻസ്ട്രക്ഷൻ. ആദ്യത്തെ 3 ഇൻസ്ട്രക്ഷൻ T1ൻ്റെ. ആഫ്റ്റർ ദാറ്റ് ഐ സ്വിച്ച് ടു T2ൻ്റെ 3 ഇൻസ്ട്രക്ഷൻസ്. Then after executing the 3 instructions, then I am again switching back to T1, then executing its 3 instructions. Okay, അപ്പം നോൺ സീരിയൽ ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയർ വി വിൽ ഇൻ്റർലീവ് ബോത്ത് ട്രാൻസാക്ഷൻസ് ഇൻ ദ പെർട്ടിക്കുലർ ഷെഡ്യൂൾ. ആ ഷെഡ്യൂളിനകത്ത് എത്ര ട്രാൻസാക്ഷൻസ് ആണോ ഉള്ളത് ആ ട്രാൻസാക്ഷൻസിൻ്റെ സ്റ്റെപ്സിനെ ഇൻ്റർലീവ് ചെയ്തിടും. ഇവിടെ ഇപ്പോൾ ഞാൻ T1ൻ്റെ 3 സ്റ്റെപ്പ്, അതിനുശേഷം T2ൻ്റെ 3 സ്റ്റെപ്പ്, എഗെയിൻ T1ൻ്റെ 3 സ്റ്റെപ്സ്. നമുക്ക് വേണമെങ്കിൽ അനദർ ഇൻ്റർലീവിങ് ഫാഷനിൽ T1ൻ്റെ 2 സ്റ്റെപ്പ്, ദെൻ T2ൻ്റെ 2 സ്റ്റെപ്പ്, എഗെയിൻ T1ൻ്റെ 2 സ്റ്റെപ്പ്, ദെൻ T2ൻ്റെ 2 സ്റ്റെപ്പ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇൻ്റർലീവ് ചെയ്യാം. ഈ 2 എന്ന് പറയുന്നതും അല്ലെങ്കിൽ 3 എന്ന് പറയുന്നത് ഫിക്സഡ് ഒന്നുമില്ല. T1ൻ്റെ 2 സ്റ്റെപ്പ്, T2ൻ്റെ 1 സ്റ്റെപ്പ്, എങ്ങനെ വേണമെങ്കിലും വി ക്യാൻ ഇൻ്റർലീവ്. ഓൾ സച്ച് കൈൻഡ് ഓഫ് ഷെഡ്യൂൾസ് ആർ ടേംഡ് ആസ് നോൺ സീരിയൽ ഷെഡ്യൂൾ. ഓക്കെ,
Now a new term we are going to study is serializability. Serializability. What do you mean by serializability? ഇനി വാട്ട് ഈസ് മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ സീരിയൽ ആൻഡ് നോൺ സീരിയൽ? എല്ലാ നോൺ സീരിയൽ ഷെഡ്യൂളും നമ്മുടെ ഡാറ്റാബേസിനെ കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റിൽ ആക്കണം എന്ന് നിർബന്ധമില്ല. ബട്ട് സീരിയൽ ഷെഡ്യൂൾ എപ്പോഴും എന്തായിരിക്കും? ബിഫോർ സ്റ്റാർട്ടിങ് എക്സിക്യൂഷൻ ഓഫ് എ പെർട്ടിക്കുലർ ഷെഡ്യൂൾ എന്തായിരിക്കും? ഡാറ്റാബേസ് ഷുഡ് ബി ഇൻ എ കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റ്. ആൻഡ് ഇഫ് യു ആർ എക്സിക്യൂട്ടിങ് എ സീരിയൽ ഷെഡ്യൂൾ ദെൻ ദ ഡാറ്റാബേസ് വിൽ റീച്ച് എ ന്യൂ കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റ്. മനസ്സിലായോ? നമ്മളൊരു ഷെഡ്യൂൾ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ ഡാറ്റാബേസ് എന്തായാലും ഒരു കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റിലായിരിക്കും. ഇനി നമ്മുടെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഒരു സീരിയൽ ഷെഡ്യൂൾ ആണെങ്കിൽ we can definitely say that our schedule will reach a new consistent state. നമ്മുടെ ഷെഡ്യൂള് പുതിയൊരു കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റിൽ റീച്ച് ആകും എന്ന് നമുക്ക് പറയാം. ബട്ട് ഇൻ ദ കേസ് ഓഫ് നോൺ സീരിയൽ ഇറ്റ്സ് നോട്ട് ട്രൂ. നോൺ സീരിയലിൻ്റെ കേസിൽ നമുക്കത് എല്ലാ നോൺ സീരിയൽ ഷെഡ്യൂളും നമുക്ക് കറക്റ്റ് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ദ നോൺ സീരിയൽ ഷെഡ്യൂൾസ് വിച്ച് പ്രൊഡ്യൂസ് same result as that of serial schedule is termed as serializability. മനസ്സിലായോ? The non-serial schedules which may provide same result as that of serial schedule. Such a scheduling is termed as serializability. എന്നുവെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് 2 ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ വി ക്യാൻ പ്രിപ്പയർ എ ലോട്ട് ഓഫ് നോൺ സീരിയൽ ഷെഡ്യൂൾ. അതിൻ്റെ സ്റ്റെപ്സ് ഇൻ്റർലീവ് ചെയ്ത് നമുക്ക് എത്ര നോൺ സീരിയൽ ഷെഡ്യൂൾസ് വേണമെങ്കിലും പ്രിപ്പയർ ചെയ്യാം. ആൻഡ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതേ ഉള്ളൂ, എല്ലാ നോൺ സീരിയൽ ഷെഡ്യൂൾസും ഒരിക്കലും എന്ത് ചെയ്യില്ല, ഡാറ്റാബേസിനെ കറക്റ്റ് റിസൾട്ട് ആയിരിക്കില്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ എന്തായാലും സീരിയൽ ഷെഡ്യൂൾസ് എപ്പോഴും എന്തായിരിക്കും, കറക്റ്റ് റിസൾട്ടേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. സോ the non-serial schedules which produce the same result as that of serial schedule is termed as serializability of a schedule. അങ്ങനെ ആ രീതിയിൽ വേണം അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ, നോൺ സീരിയൽ ഷെഡ്യൂൾസ് ക്രിയേറ്റ് ചെയ്യാൻ. ചുമ്മാ കുറേ സ്റ്റെപ്സ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നോൺ സീരിയൽ ഷെഡ്യൂൾസ് പ്രിപ്പയർ ചെയ്യരുത്. നമ്മൾ നോൺ സീരിയൽ ഷെഡ്യൂൾസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും സീരിയലൈസബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. സീരിയലൈസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് പ്രൊഡ്യൂസ് എ സെയിം റിസൾട്ട് ആസ് ദാറ്റ് ഓഫ് എ സീരിയൽ ഷെഡ്യൂൾ. അത് സീരിയലായിട്ട് എക്സിക്യൂട്ട് ചെയ്തെങ്കിൽ എന്ത് റിസൾട്ട് കിട്ടിയതിനെ ആ സെയിം റിസൾട്ട് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നോൺ സീരിയൽ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, നൗ ഐ ആം റീഡിങ് ദി ഡെഫിനിഷൻ, ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. വി വുഡ് ലൈക്ക് ടു ഡിറ്റർമൈൻ വിച്ച് ഓഫ് ദ നോൺ സീരിയൽ ഷെഡ്യൂൾ ഓൾവേസ് ഗിവ് എ കറക്റ്റ് റിസൾട്ട് ആൻഡ് വിച്ച് മേ ഗിവ് എറർനെസ് റിസൾട്ട്. The concept used to characterize schedule in this manner is that of serializability of a schedule. മനസ്സിലായോ? ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് ജസ്റ്റ് ഗോ ത്രൂ ചെയ്യാം. ഓക്കെ, സോ ഇൻ ദിസ് എക്സാമ്പിൾ വി ഹാവ് പ്രൊവൈഡഡ് 4 schedules. 4 ഷെഡ്യൂളാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതൊരു ഫസ്റ്റ് ഷെഡ്യൂൾ, ഇത് അനദർ ഷെഡ്യൂൾ ബി, ഷെഡ്യൂൾ സി ആൻഡ് ഷെഡ്യൂൾ ഡി. ഓക്കെ, സോ അറ്റ് എ ടൈം ഒരു ഷെഡ്യൂൾ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ബിഫോർ സ്റ്റാർട്ട് ഓഫ് എക്സിക്യൂഷൻ നമ്മൾ ഈ ഷെഡ്യൂൾസ് നോക്കുമ്പോൾ അറിയാം. ഫസ്റ്റ് ഷെഡ്യൂൾ തന്നെ നോക്കുമ്പോൾ 2 ട്രാൻസാക്ഷൻസ് ആണ് ഉള്ളത്. ആ 2 ട്രാൻസാക്ഷൻസ് റീഡ് ചെയ്യുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ എക്സും ഉണ്ട് വൈയും ഉണ്ട്. 2 ഡേറ്റ ഐറ്റത്തിനാണ് യൂസ് ചെയ്യുന്നത്. അതേ കണക്ക് എൻ എന്ന് പറയുന്ന ഒരു വേരിയബിളും യൂസ് ചെയ്യുന്നുണ്ട്, എം എന്ന് പറഞ്ഞൊരു വേരിയബിളും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ബിഫോർ എക്സിക്യൂഷൻ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഷെഡ്യൂൾ വി ഹാവ് ടു ഗോ ത്രൂ ദ വാല്യൂസ്. ഈ ഒരു ഷെഡ്യൂൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഡാറ്റാബേസ് ഒരു കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റിലാണ്. ആ ഒരു കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, എക്സിൻ്റെ വാല്യൂ ഇനിഷ്യലി 90, വൈ ഈസ് ഓൾസോ 90, ദെൻ ദ വാല്യൂ ഓഫ് n is equal to 3 and m is equal to 2. Okay, so this is the initial condition. ഇതാണ് ഇനിഷ്യൽ കണ്ടീഷൻ. x 90, y 90, n is equal to 3 and m is equal to 2. Okay, ഈ ഒരു കൺസിസ്റ്റൻറ്റ് സ്റ്റേറ്റിലാണ് ഡാറ്റാബേസ് ഇരിക്കുന്നത്. നൗ ഐ എം ഗോയിങ് ടു എക്സിക്യൂട്ട് ദിസ് ഷെഡ്യൂൾ എ. ഓക്കെ, ഒന്ന് നോക്കിക്കേ, വെദർ
this schedule A is serial schedule or not? Just go through it. Just go through the schedule and identify whether this schedule is serial schedule or not. Yes, absolutely, this is a serial schedule. Why? Because in this schedule, we are initially executing all the instructions of T1. Then after completion of T1, we are executing the instructions of T2. So we can say this is a serial schedule. Similarly, B. In the case of B also, this is also a serial schedule. Why? Because initially we are executing all the instructions of transaction T2 and then we are executing all the instructions of transaction T1. So we can say this schedule is also a serial schedule. Now check schedule C. In the case of schedule C, here at time 0 we are executing the instruction of T1 and the very next time also we are executing the transaction of T1. After that immediately we are executing the transaction of T2. That is, before completing the instructions of T1 we are switching to T2. Okay, then at T2 we are executing two statements and again we are switching back to T1. At T1 we are again executing two instructions and again switching back to T2. Then remaining there only single instruction. We are executing that particular instruction and again back switching to T1. So this is a non-serial schedule because in this schedule we are interleaving the instructions of both schedules, both transactions. രണ്ട് ട്രാൻസാക്ഷൻസിൻ്റെയും ഇൻസ്ട്രക്ഷൻസിനെ നമ്മളിവിടെ ഇൻ്റർലീവ് ചെയ്ത് ചെയ്തത് കൊണ്ട് we say that this is a non-serial schedule. Similarly, just go through the schedule D. In this case also, at time 0 we are starting with the instruction of transaction T1 and we are executing 3 instructions. After that we are switching to T2. At that point we are executing 3 instructions of T2, then again switching back to T1. Okay, so we are not, in this case also we are interleaving the instructions of both transactions. Okay, so this is also a non-serial schedule. Now we have to check whether these two non-serial schedules are serializable. That means whether they are producing the same result as that of the serial schedule. Okay, before that we have to check whether both the serial schedule produce the same result. ആദ്യം നമുക്കത് നോക്കാം. രണ്ട് സീരിയൽ ഷെഡ്യൂൾസും സെയിം റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വെദർ ദേ മേ പ്രൊഡ്യൂസ് ദ സെയിം റിസൾട്ട്. ഓക്കെ, സോ ബിഫോർ സ്റ്റാർട്ടിങ് ആദ്യം ഞാൻ ഷെഡ്യൂൾ എ എക്സിക്യൂട്ട് ചെയ്യാണ്. ബിഫോർ സ്റ്റാർട്ടിങ് ദ എക്സിക്യൂഷൻ വാല്യൂ ഓഫ് എക്സ് ഇസ് 90 ആൻഡ് വൈ ഇസ് 90. ബോത്ത് ആർ ഹോൾഡിങ് 90 വാല്യൂ ആൻഡ് ദ വാല്യൂ ഓഫ് എൻ എന്ന് പറയുന്നത് 3 ആൻഡ് എം ഇസ് 2. ഓക്കെ, സോ ജസ്റ്റ് ഗോ ത്രൂ നോക്കുക. ട്രാൻസാക്ഷൻ T1 ഈസ് എക്സിക്യൂട്ടിംഗ് first instruction, that is read of x. X എന്ന് പറഞ്ഞ വാല്യൂവിനെ റീഡ് ചെയ്യുന്നു. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എക്സ്? ഇനിഷ്യൽ വാല്യൂ ഓഫ് എക്സ് ഇസ് 90. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് 90. എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എൻ എന്ന് വെച്ചാൽ ഇപ്പോൾ എക്സിലിരിക്കുന്ന വാല്യൂ 90 മൈനസ് എന്നിൻ്റെ കറണ്ട് വാല്യൂ എന്താണ്? എന്നിൻ്റെ കറണ്ട് വാല്യൂ ഇസ് 3. അപ്പം 90 മൈനസ് 3, 90യിൽ നിന്ന് നമ്മൾ 3 മൈനസ് ചെയ്യണം. 90 മൈനസ് 3 ഇസ് 87. ഹിയർ ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് റൈറ്റ് ഐറ്റം എക്സ് എന്ന് വെച്ചാൽ എക്സിൻ്റെ പുതിയ വാല്യൂ ആയ 87 നമ്മൾ എന്ത് ചെയ്യാണ്? ഡേറ്റാബേസിലോട്ട് റൈറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇസ് റീഡ് ഓഫ് വൈ. ആ വാല്യൂ ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതിയേക്കുന്നതേ ഉള്ളൂ കേട്ടോ. ആക്ച്വലി ഇറ്റ് ഇസ് റിട്ടേൺ ടു ദി ഡേറ്റാബേസ്. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഇസ് റീഡിങ് എ ഡേറ്റ ഐറ്റം വൈ. വൈയുടെ വാല്യൂം ഇവിടെ എന്ത് തന്നെയാണ്? 90 തന്നെയാണ്. ആൻഡ് വി ആർ ആഡിങ് വാല്യൂ എൻ. ആ സെയിം എൻ, ഇവിടെ എന്നിൻ്റെ വാല്യൂ 3 എന്നില്ല. എന്നിന് ഇവിടെ ചേഞ്ചസ് ഒന്നും വരുന്നില്ല, എക്സിന് മാത്രമേ ചേഞ്ച് വന്നുള്ളൂ. വൈ ഇസ് ഈക്വൽ ടു, പുതിയ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് വൈ ഇസ് ഈക്വൽ ടു വൈ പ്ലസ് എൻ, ദാറ്റ് ഇസ് 90 പ്ലസ് 3 വിച്ച് ഇസ് ഈക്വൽ ടു 93. എപ്പോഴും റൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ മാത്രമേ ഈ വാല്യൂ എന്ത് ചെയ്യുള്ളൂ? ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യുള്ളൂ. ഓക്കെ, സോ ആഫ്റ്റർ റൈറ്റ് ഐറ്റം എക്സ് 93 ഈസ് റിട്ടേൺ ടു ഡേറ്റാബേസ്. ഓക്കെ, നൗ ആഫ്റ്റർ ദാറ്റ് അറ്റ് ദ വെരി നെക്സ്റ്റ് ടൈം എന്താണ്? ട്രാൻസാക്ഷൻ T2 ഇസ് റീഡിങ് ദ ഐറ്റം എക്സ്. എക്സിനെ റീഡ് ചെയ്യുന്നു. എക്സിനെ റീഡ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ വാല്യൂ ഹിയർ വി ആർ പിക്കിംഗ്? നമ്മളിവിടെ പിക്ക് ചെയ്യുന്ന വാല്യൂ ഏതായിരിക്കും? വെദർ 90 or 87? It's 87 because before start of execution of this transaction initially xന്റെ value is 90, but after performing this computation we have performed a write operation. ഒരു റൈറ്റ് ഓപ്പറേഷൻ നമ്മൾ ചെയ്തു. എക്സിലോട്ട് 90 എന്ന പ്ലേസിൽ മാറ്റി നമ്മൾ എന്താക്കി? 87 ആക്കി. ഓക്കെ, സോ
അതിനുശേഷം എല്ലാം വൈ എന്ന് പറഞ്ഞ ഡേറ്റ ഐറ്റത്തിലാണ് ചേഞ്ചസ് വരുത്തിയേക്കുന്നത്. എക്സിൽ ഒരു ചേഞ്ച് വരും. അപ്പോൾ എക്സിൽ ഇപ്പോൾ കറൻ്റ്ലി ഇരിക്കുന്ന വാല്യൂസ് 87. സോ ഈ റീഡ് ചെയ്യുന്ന ഐറ്റം ദിസ് റീഡ് പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ഏത് വാല്യൂ ആയിരിക്കും പിക്ക് ചെയ്യുന്നത്? ഇറ്റ് പിക്സ് ദ വാല്യൂ 87. ദെൻ ടു ദാറ്റ് 87 ഇറ്റ് ആഡ് എ വാല്യൂ എമ്മിൻ്റെ വാല്യൂ 2 ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം 87 + 2 വിച്ച് ഇസ് ഈക്വൽ ടു 89 എക്സിലോട്ട് സേവ് ചെയ്യും. ദെൻ വി വിൽ റൈറ്റ് ദാറ്റ് ഐറ്റം ഇൻ ടു ഡേറ്റാബേസ്. ആ റൈറ്റ് ഓപ്പറേഷൻ വെച്ചും കൊണ്ട് എക്സിൽ നമ്മൾ എന്ത് ചെയ്യും? 89 എന്ന് പറഞ്ഞൊരു വാല്യൂ റൈറ്റ് ചെയ്യും. ഓക്കെ. സോ ആഫ്റ്റർ ദി കംപ്ലീറ്റ് എക്സിക്യൂഷൻ ഓഫ് ദീസ് ഷെഡ്യൂൾ എ എന്ന് പറയുന്നൊരു ഷെഡ്യൂൾ കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം എക്സിൻ്റെ പുതിയ വാല്യൂ എന്ന് പറയുന്നത് 89ഉം എന്നിട്ട് ലാസ്റ്റ് എക്സിൻ്റെ വാല്യൂ നമ്മൾ എന്താണ് റൈറ്റ് ചെയ്തത് അതായിരിക്കും പുതിയ വാല്യൂ. ഈ വാല്യൂ ഓൾറെഡി നമ്മളിവിടെ യൂസ് ചെയ്തു. അതിനുശേഷം എക്സിനകത്ത് വീണ്ടും കമ്പ്യൂട്ടേഷൻ പെർഫോം ചെയ്തു. അപ്പോൾ എക്സിൻ്റെ പുതിയ വാല്യൂ എന്ന് പറയുന്നത് 89ഉം വൈ നമ്മൾ ലാസ്റ്റ് യൂസ് ചെയ്ത് ഇവിടെ അതിനുശേഷം യൂസ് ചെയ്തില്ല. വൈയുടെ പുതിയ വാല്യൂ എന്ന് പറയുന്നത് 93 ആണ്. So 89 and 93. Okay, so after executing this schedule, we have reached a new consistent state with x holding 89 and y holding 93. Okay. Now, so this is schedule A. This is serial schedule. Now, similarly, we are considering the next schedule, that is another serial schedule. Whether we have to check whether this schedule also produces the same result, that is x is equal to 89 and y is equal to 93. നമുക്ക് നോക്കാം. ഓക്കെ. ഇനി ഞാൻ ഇതിൻ്റെ ബാക്കി ഷെഡ്യൂൾ എയുടെ ബാക്കിയായിട്ടല്ല, വി ആർ ഫ്രഷ്ലി എക്സിക്യൂട്ടിങ് ഷെഡ്യൂൾ ബി. ഫ്രഷ് ആയിട്ടാണ് നമ്മൾ ഷെഡ്യൂൾ ബി എക്സിക്യൂട്ട് ചെയ്യുന്നത്, അല്ലാതെ എയുടെ ബാക്കി അല്ല. എന്ന് പറയുമ്പോൾ എക്സ് റീഡ് ചെയ്യുന്നത് എന്താണ്? എക്സിൻ്റെ വാല്യൂ റീഡ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇറ്റ് വിൽ റീഡ്സ് ദിസ് വാല്യൂ ഇറ്റ് സെൽഫ്. കേട്ടോ, ഇതിൻ്റെ ബാക്കിയായിട്ടല്ല, ഈ ഷെഡ്യൂൾ എയുടെ ബാക്കിയായിട്ടല്ല നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ പുതിയൊരു ഷെഡ്യൂളായിട്ട് തന്നെയാണ് ഇതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സോ ഇൻ ദിസ് ഷെഡ്യൂൾ ഇനിഷ്യലി ട്രാൻസാക്ഷൻ T2 ആണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ പ്രൊഡ്യൂസ് സെയിം റിസൾട്ട് ഈ ഷെഡ്യൂൾ നമുക്ക് തരുമോ ഇല്ലയോ എന്നാണ്. ഓക്കെ. സോ റീഡ് ഐറ്റം ഓഫ് എക്സ്. അപ്പം എക്സിനകത്ത് 90, എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് എം എന്ന് പറഞ്ഞാൽ എം 2 ആണ്. അപ്പം 90 + 2 92. അത് എക്സിൽ 92 സേവായി. ആ വാല്യൂ നമ്മൾ ഡേറ്റാബേസിലോട്ട് റൈറ്റ് ചെയ്തു 92. അത്രേ ഉള്ളൂ T2. വെരി നെക്സ്റ്റ് മൊമെൻറ്റ് വി ആർ എക്സിക്യൂട്ടിങ് T1. ഓക്കെ. T1 is reading the value x. അപ്പോൾ എക്സിൻ്റെ ഇപ്പോൾ പുതിയ വാല്യൂ എന്താണ്? 92ൽ നിന്നും വി ആർ സബ്ട്രാക്റ്റിംഗ് എ വാല്യൂ 3. 92 - 3 വിച്ച് ഇസ് ഈക്വൽ ടു 89. ആ വാല്യൂ നമ്മൾ എക്സിലോട്ട് റൈറ്റ് ചെയ്തു. ദെൻ വി ആർ റീഡിങ് ദ ഡേറ്റ ഐറ്റം വൈയുടെ വാല്യൂസ് 90 is equal to 90 പ്ലസ് വി ആർ ആഡിങ് 3 93. സോ ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് ദിസ് ഷെഡ്യൂൾ വാല്യൂ ഓഫ് ലാസ്റ്റ് റൈറ്റ് ചെയ്ത എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് ഇതല്ല, ഇതാണ്. So value of x is equal to 89 and y is equal to 93. Now check whether both of this schedule produce the same result. Yes. Here also after executing this serial schedule, the value of x is 89. In this case also after executing this serial schedule, the value of x is 89. Here value of y is 93. Similarly here value of y is 93. So we can say both this schedules, that is both the serial schedule, produce the same result. Now we have to check whether here we have provided 2 non-serial schedules, whether both of them produce the same result as that of the serial schedule. Okay, just check it. So it's a schedule C. Here we are reading a data item x, that is initially our database is holding a value 90. X is equal to x minus n. X is equal to x minus n. That is we are subtracting the value x. 90 minus what is the value of n? I think it's 3. 90 minus 3, it's 87. We just save that value to x, but it is not written to the database. ഡേറ്റാബേസിൽ എക്സിലോട്ട് ജസ്റ്റ് സേവ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ 97 എന്ന് പറഞ്ഞത്. ഡേറ്റാബേസിൽ നമ്മൾ എന്ത് ചെയ്തില്ല? ആ പുതിയ വാല്യൂ റൈറ്റ് ചെയ്തില്ല. അതിന് മുന്നേ തന്നെ എന്ത് ചെയ്യുകയാണ്? T1 സ്വിച്ച് ചെയ്ത് അടുത്ത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് T2ലെ ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ T2 ഈസ് പെർഫോമിങ് എ റീഡ്. ഈ റീഡ് ചെയ്യുമ്പോൾ ഏത് വാല്യൂ ആയിരിക്കും റീഡായി വരുന്നത്? ഹിയർ റൈറ്റ് ചെയ്യാത്തത് കൊണ്ട് പുതിയ വാല്യൂവിന് ഡേറ്റാബേസിൽ വന്നിട്ടില്ല. അപ്പോൾ അവിടെ ഉള്ള വാല്യൂ എന്ത് തന്നെയാണ്?
90 തന്നെയാണ്. അപ്പം 90 എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും റീഡ് ചെയ്യുന്നത്. ഓൺ ടു ദാറ്റ് വാല്യൂ വി ആർ ആഡിങ് ദ വാല്യൂ എം എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 90 + 2 92. ഇവിടെ റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ടില്ല, ജസ്റ്റ് സേവ് ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് അതിനുശേഷം അപ്പം എക്സിൽ ഇപ്പോൾ സേവ് ആയിരിക്കുന്ന വാല്യൂ എന്താണ്? 92 ആണ്. അതിനുശേഷം T1 എഗെയിൻ റൈറ്റ് ഐറ്റം എക്സ് എന്ന് പറയുന്നു. എന്നുവെച്ചാൽ എക്സിൽ ഇപ്പോൾ സേവ് ആയിരിക്കുന്ന വാല്യൂ ഡേറ്റാബേസിലോട്ട് റൈറ്റ് ചെയ്യാൻ. അപ്പോൾ എക്സിൽ ഇപ്പോൾ ആക്ച്വലി ഇരിക്കുന്ന വാല്യൂ ഏതാ? ഈ വാല്യൂ അല്ല. ആക്ച്വലി ഈ റൈറ്റ് എന്ന് പറയുന്നത് T1ൻ്റെ പാർട്ടാണ്. ബട്ട് ഈ ആക്ച്വലി എക്സിൽ ഇവിടെ 87 സേവ് ആയെങ്കിലും ആഫ്റ്റർ ദി എക്സിക്യൂഷൻ ഓഫ് ദീസ് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിൽ ഇപ്പോൾ സേവ് ആയിരിക്കുന്നത് 92. അതായിരിക്കും ആക്ച്വലി ഡേറ്റാബേസിൽ പോയി റൈറ്റ് ആവുന്നത്. ഓക്കെ, ആഫ്റ്റർ ഇറ്റ് ഡേറ്റ ഐറ്റം വൈ റീഡ് ചെയ്തു. അതിനുശേഷം എഗെയിൻ ഇതിൻ്റെ ഒരു T2ൻ്റെ ബാലൻസ് ഒരു റൈറ്റ് ഉണ്ടായിരുന്നു. അത് ഇവിടെ പ്രത്യേകിച്ച് എക്സിനെ പിന്നെ ഒന്നും ചെയ്യാത്തത് കൊണ്ട് എക്സിന് ആ വാല്യൂ 92 എന്ന് പറഞ്ഞ വാല്യൂ തന്നെ റൈറ്റ് ചെയ്തു. ദെൻ y = y + n. y 90 തന്നെയാണ്, നോ ചേഞ്ച്. അതിൻ്റെ കൂടെ 3 ആഡ് ചെയ്തു, അത് റൈറ്റ് ചെയ്തു 93. ഓക്കെ, സോ ആഫ്റ്റർ ദ എക്സിക്യൂഷൻ ഓഫ് ദിസ് പെർട്ടിക്കുലർ നോൺ സീരിയൽ ഷെഡ്യൂൾ ദ വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് 92 ആൻഡ് y എന്ന് പറയുന്നത് 93. ഇത് കറക്റ്റാണോ? ഇസ് ഇറ്റ് ട്രൂ? നോ. വൈയുടെ വാല്യൂ ഇസ് ഓക്കെ, 93 തന്നെയാണ്, ഇറ്റ്സ് നോട്ട് പ്രോബ്ലം. ബട്ട് എക്സ് ആണ് 89 ആണ് വരേണ്ടത്. പക്ഷെ ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? 92. സോ ദിസ് ഈസ് നോട്ട് എ സീരിയലൈസബിൾ ഷെഡ്യൂൾ. ഇതൊരു സീരിയലൈസബിൾ ഷെഡ്യൂൾ അല്ല. ബിക്കോസ് ദിസ് നോൺ സീരിയൽ ഷെഡ്യൂൾ is not producing the same result as that of a serial schedule. Okay, so this is not a serializable schedule. Okay, ഇനി നമുക്ക് another നോൺ സീരിയൽ ഷെഡ്യൂൾ ചെക്ക് ചെയ്യാം. ഈ ഒരു ഷെഡ്യൂൾ നോക്കിക്കേ. ഇൻ ദിസ് ഷെഡ്യൂൾ ഇവിടെയും നമ്മൾ ബിഫോർ start of execution, initial value of x is 90 and y is 90 and n is equal to 3 and m is equal to 2. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ റീഡ് ഐറ്റം എക്സ് 90 റീഡ് ചെയ്തു. എക്സ് ഇസ് ഈക്വൽ ടു 90 - 3 87. അത് എക്സിലോട്ട് സേവ് ആയി. അതിനുശേഷം റൈറ്റ് ചെയ്യുന്നു. സോ 87 is returned to the database. After that we have switched to T2. Here we are reading the data item x. So ഇപ്പോൾ എക്സിൽ സേവ് ചെയ്തിരിക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 87. So 87 will be read here. 87 plus what is the value of m? 2. 87 plus 2 is 89. We are writing it. അപ്പോൾ എക്സിൽ ഇപ്പം 87 മാറി 89 ആയി. We are again switching back to T1. Here we are reading a value y. What is the value of y? Y is 90. 90 plus 90 is next is 90 plus 3, 93. It is written 93. Okay, so after the execution of this schedule, x produce 89 and y produce 93, which is same as that of a serial schedule. അല്ലേ, ഈ ഒരു സീരിയൽ ഷെഡ്യൂളിൻ്റെ സെയിം റിസൾട്ട് തന്നെയാണ് ഇവിടെയും കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ സെയിം റിസൾട്ട് തന്നെയാണ് ഇവിടെയും കിട്ടിയിരിക്കുന്നത്. So we can say this schedule is a serializable schedule since it produces the same result as that of the serial schedule, and this is not a serializable schedule. Okay, so in this lecture video we have discussed the two types of schedules, that is serial schedule and non-serial schedule. Serial schedule means what? Serial schedule means we are executing the instructions of each schedules one by one. Okay, ഓരോ ഷെഡ്യൂൾസിൻ്റെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എന്നുവെച്ചാൽ ഓൺലി ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ എക്സിക്യൂഷൻ ഓഫ് എ പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ ദെൻ വി വിൽ എക്സിക്യൂട്ട് ദി ഇൻസ്ട്രക്ഷൻസ് ഓഫ് അനദർ ട്രാൻസാക്ഷൻ. അതാണ് സീരിയൽ ഷെഡ്യൂൾ. എന്നുവെച്ചാൽ അവിടെ ഇൻ്റർലീവിങ് ഇല്ല. വൺസ് നമ്മൾ T1 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ we completely execute all the instructions of T1. Then only we will execute T2. Okay, അതാണ് സീരിയൽ. നോൺ സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we will execute in an interleaved fashion. Okay, അതാണ് നോൺ സീരിയൽ. സീരിയലൈസബിലിറ്റി പറഞ്ഞു കഴിഞ്ഞു. സീരിയലൈസബിലിറ്റി മീൻസ് വാട്ട്? സീരിയലൈസബിൾ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ നോൺ സീരിയൽ ഷെഡ്യൂൾ വിച്ച് പ്രൊഡ്യൂസ് ദ സെയിം റിസൾട്ട് ആസ് ദാറ്റ് ഓഫ് ദി സീരിയൽ ഷെഡ്യൂൾ. അതിനാണ് സീരിയലൈസബിൾ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. എപ്പോഴും സീരിയലൈസബിൾ ഷെഡ്യൂൾസ് വേണം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ. എന്ന് വെച്ചാൽ ഇൻ്റർലീവ് ചെയ്ത് ചെയ്യാൻ വേണം, ബട്ട് ഇറ്റ് ഷുഡ് പ്രൊഡ്യൂസ് ദ സെയിം റിസൾട്ട് ആസ് ദാറ്റ് ഓഫ് ദി സീരിയൽ ഷെഡ്യൂൾ. ഓക്കെ, സോ നമ്മൾ 4 ഷെഡ്യൂൾസ് വെച്ചും കൊണ്ട് ഒരു എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്തു. അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ.
Thank you.